ഹലോ, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഗ്രാമത്തിലാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ അറിയും. ഇച്ചിരി ഇതുള്ള പേരാണ്, നീണ്ട പേരാണ്, കൊമ്പൊടിഞ്ഞാമാക്കൽ. ഒരുപക്ഷെ ഇത് കൊമ്പൊടിഞ്ഞാമാക്കൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് 24 ചാനലിൽ തന്നെ. കാരണം ഈ കൊമ്പൊടിഞ്ഞാമാക്കൽ ഗൂഗിളിൽ പോലും ഇല്ലാത്ത സ്ഥലമാണെന്ന് ഒരിക്കലും ഞങ്ങളുടെ ചീഫ് എഡിറ്ററായിരുന്ന ശ്രീധരൻ നായർ പറഞ്ഞു. അപ്പോൾ ഞാനതിനെ ചലഞ്ച് ചെയ്തത്, കൊമ്പൊടിഞ്ഞാമാക്കൽ ഒരു നാട്ടു സാമ്രാജ്യമാണ്, കൊച്ചിക്കും തിരുവാങ്കൂറിനിടയ്ക്കുള്ള എന്ന് മാത്രമല്ല, ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ അതിൻ്റെ കുതിരപ്പട വന്നു നിന്ന ഒരു ആല്, കൊമ്പൊടിഞ്ഞാമാക്കലിലെ ആലിൻ്റെ ഇല ഒടിഞ്ഞു വീണമെന്നും അല്ലെങ്കിൽ ചില്ല ഒടിഞ്ഞു വീണമെന്നും അങ്ങനെ ഒടിഞ്ഞ കൊമ്പൊടിഞ്ഞാൽ എന്നുള്ളത് പിന്നെ കൊമ്പൊടിഞ്ഞാമാക്കലായി എന്നാണ് ഒരു കഥയുള്ളത്. അപ്പം തന്നെ അത് ചലഞ്ച് ചെയ്യപ്പെട്ടതാണ്. കാരണം ടിപ്പു സുൽത്താൻ ഇവിടെ വന്നിട്ടില്ല എന്നൊരു വാദമുണ്ട്. എന്നാലും ഒരു കാര്യം ഉറപ്പിക്കാം, ടിപ്പുവിൻ്റെ പട വന്നിരുന്നു. ടിപ്പു സുൽത്താൻ വന്നോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഇതായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ഒരുപാട് ആലുകൾ കൊമ്പൊടിഞ്ഞാമാക്കലുണ്ട്. അപ്പോൾ കൊമ്പൊടിഞ്ഞാമാക്കലിലെ ആണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ പഴയകാല സുഹൃത്തുക്കളാണ് എൻ്റെ ചുറ്റും ഉള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫീല് കിട്ടുക, ഞങ്ങളുടെ ഗ്രാമം ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആരും ഗൗരവമായി എടുക്കേണ്ട, അല്പം കാര്യവും അല്പം തമാശയുള്ളൊരു പരിപാടിയാണ്. കൊമ്പൊടിഞ്ഞാമാക്കൽ ഈ ഗ്രാമം എങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ചർച്ചാ വിഷയം, തിരഞ്ഞെടുപ്പാണ്. ഈ മണ്ഡലത്തെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. ഇത് 70-77 കാലഘട്ടത്തിലൊക്കെ ഇത് ചാലക്കുടി എന്ന നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, AC ജോർജും PP ജോർജും മത്സരിച്ചൊരു കാലം. അന്ന് കോൺഗ്രസിൻ്റെ ചിഹ്നം പശുവും കിടാവുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പോയി, അപ്പോൾ ആ കാലത്താണ് ഈ UDFന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരുന്നൊരു പഞ്ചായത്തായിരുന്നു ആളൂർ പഞ്ചായത്ത്. ഈ കൊമ്പൊടിഞ്ഞാമാക്കൽ അടങ്ങിയ പഞ്ചായത്തിൻ്റെ പേര് ആളൂർ പഞ്ചായത്താണ്. ആളൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ് ഇവിടെയുണ്ട്. അപ്പോൾ ആളൂർ പഞ്ചായത്ത് കൂടുതൽ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് മാളയോട് ചേർക്കാൻ അന്ന് താല്പര്യം കാണിച്ചത് അന്ന് ആഭ്യന്തരമന്ത്രിയായി പിന്നീട് മുഖ്യമന്ത്രിയായ ശ്രീ കരുണാകരനാണ്, K കരുണാകരനാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് ചേർത്ത വർഷം തന്നെ പണി കിട്ടി. ഇവിടെ ആളൂരിൽ നിന്ന് പോൾ കോക്കാട്ട് എന്നൊരു സ്ഥാനാർത്ഥി CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. ഒരുപക്ഷെ ലോകം മുഴുവൻ ശ്രദ്ധിച്ചതാണ്. അദ്ദേഹത്തിനെതിരെ ആദ്യ വോട്ട് എണ്ണിയപ്പോൾ പോൾ കോക്കാട്ടിന് ഈ പഞ്ചായത്തിൽ നിന്ന് കൂടുതൽ വോട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ പല ചരിത്രമുണ്ട്. അവസാനം ഇപ്പോൾ അത് ഇരിഞ്ഞാലക്കുടയുടെ ഭാഗമാണ്. ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി R ബിന്ദുവും നേരത്തെ 3 തവണ MLA ആയിരുന്ന തോമസ് ഉണ്ണിയാടനും അതുപോലെ NDAയുടെ സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കളോ ഒക്കെ ഏറ്റുമുട്ടുന്നു. അതിൻ്റെ ഭാഗം കൂടിയാണിത്. അപ്പോൾ ഇത്രയും പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ ആൾക്കാരെ ഞാൻ ഓരോരുത്തരെയായിട്ട് ഇതിൻ്റെ ഇടയിൽ പരിചയപ്പെടുത്താം. എനിക്ക് തോന്നുന്നു കിട്ടൻ മാഷ് തുടങ്ങുകയാണ്. ഇവിടെ ഗ്രാമികയുടെ എല്ലാമായ, നേരത്തെ ഗ്രാമീണ വായനശാലയുടേതായിരുന്നു, സാംസ്കാരിക പ്രവർത്തനമായ കിട്ടൻ മാഷ് ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച്, ഇരിഞ്ഞാലക്കുടയും മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പ് നൽകുന്ന എന്താണ് സന്ദേശം എന്നുള്ളതിനെക്കുറിച്ച് പറയും. കിട്ടൻ മാഷിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കിട്ടൻ മാഷിൻ്റെ ഇച്ചിരി സങ്കടകരമാണെങ്കിലും ഞാനത് പറയുന്നു. വിമോചന സമരകാലത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പത്മനാഭൻ കൊല്ലപ്പെട്ടതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ ഈ വിമോചന സമരകാലത്ത് കൊല്ലപ്പെടുന്നത് ആദ്യമായിട്ടായിരിക്കാം. കാരണം തിരിച്ചുള്ളതിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഫ്ലോറിഡ കേസൊക്കെ തിരിച്ചാണ് അങ്കമാലിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് ഇപ്പോഴും ചരിത്രത്തിൽ അധികം അറിയപ്പെടാതെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയം അതും കൂടി ഉണ്ട്. തീവ്ര രാഷ്ട്രീയമുള്ളൊരു പ്രദേശം കൂടിയാണിത്. കിട്ടൻ മാഷ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഒരു നിർണായകമായ സ്വാധീന ശക്തിയായിട്ട് വരാൻ പോകുന്നു എന്നുള്ള ഭീഷണിയാണ്. അതൊരു ഭീഷണിയായിട്ടാണ് ഞാൻ കാണുന്നത്. വർഗീയ ശക്തികൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള സ്വാധീനം ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയം ഈ 3 ചേരികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും 4-5 സീറ്റിൽ, ഒരുപക്ഷെ അതിൽ കൂടുതൽ സീറ്റുകളിൽ BJP കടന്നു വരാം എന്നുള്ള ഒരു സാധ്യത, നിയമസഭയിലേക്ക് എത്തും എന്നുള്ള സാധ്യതയാണ്. അതിനെ ചെറുക്കുക എന്നുള്ളതാണ് എല്ലാ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട്. ഇതിനെ ചെറുക്കാനായിട്ട് എല്ലാവിധത്തിലുള്ള ജനാധിപത്യ ശക്തികളും കൈകോർത്ത് നിന്നുകൊണ്ട് അത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലേക്ക് ഒരു രാഷ്ട്രീയ പ്രത്യേക സാഹചര്യത്തിലാണ് LDFും UDFും ഇവിടെ 2 മുന്നണിയായി മത്സരിക്കേണ്ടി വരുന്നത്. അത് മത്സരിക്കേണ്ടത് ഒരാവശ്യമാണ്. കാരണം
അതില്ലെങ്കിൽ ആ സ്പേസിലേക്ക് ഒരു പ്രതിപക്ഷത്തിൻ്റെയോ ഭരണപക്ഷത്തിൻ്റെയോ ഒരു രണ്ടാം കക്ഷി എന്നുള്ള നിലയിലേക്ക് ഇവിടെ BJP വരാനുള്ള സാധ്യതയുണ്ട്. അത് തടയിടാൻ കഴിയുന്നത് ഈ രണ്ട് പക്ഷത്തു നിന്നുകൊണ്ടുള്ള ഇവരുടെ പരസ്പര മത്സരമാണ്. അത് ഇന്ത്യ പോലുള്ള വലിയൊരു രാജ്യത്ത് ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ച് നിൽക്കുന്ന കക്ഷികളാണെങ്കിൽ പോലും ഇവർക്ക് പല സംസ്ഥാനങ്ങളിൽ യോജിക്കുകയും പല സംസ്ഥാനങ്ങളിൽ വേറിട്ട് മത്സരിക്കുകയും പരസ്പരം എതിർക്കുകയും ചെയ്യേണ്ടി വരുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരവസരവാദപരമായ രാഷ്ട്രീയ നിലപാടായിട്ട് ആരുടെ കാര്യത്തിലും എടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ പരസ്പരം മത്സരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവിടെ BJP കടന്നു വരാതിരിക്കാനായിട്ട് രാഷ്ട്രീയ നിലപാട്, തന്ത്രപരമായ നിലപാട് ഈ രണ്ട് മുന്നണികളും ആ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെങ്കിലും സ്വീകരിക്കുകയും അവരുടെ കടന്നുവരവിനെ തടയുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രധാന രാഷ്ട്രീയ ചുമതലയായിട്ട് എനിക്ക് തോന്നുന്നത്. തമാഷ് BJPക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് BJPയുടെ ബന്ധങ്ങൾ സംബന്ധിച്ച്. CPM-ഉം BJPയും തമ്മിൽ ഡീലുണ്ടെന്ന് UDF ആരോപിക്കുന്നു. അതല്ല, കോൺഗ്രസും BJPയുമാണ് ഡീലെന്ന് CPM ആരോപിക്കുന്നു. പീയൂഷ് ജോസ് ഇവിടുത്തെ സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ്, അറിയപ്പെടുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. എന്താണ് പീയൂഷ് ജോസിന് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ജെയിംസ് പറഞ്ഞതുപോലെ BJP അങ്ങനെ നമ്മൾ രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ്. അവരെ നമ്മളങ്ങനെ ഒരു തൊട്ടുകൂടായ്മ വെച്ച് അങ്ങനെ ഒരു നിലപാട് എനിക്കില്ല. പക്ഷേ അവരുടെ തീവ്ര വർഗീയ നിലപാടുകളിൽ എതിർപ്പുകളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുകളുണ്ട്. അതോടൊപ്പം എന്ന് വെച്ച് അവരെ ഈ രാജ്യം ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം 2 ടേമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയെ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ബേലായിട്ട് നിർത്തി കൊണ്ടുപോകേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മാത്രമല്ല, ഗട്ടമാഷ് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ അങ്ങനെ ഒരു കൺസിഡറബിളായിട്ടുള്ള മുന്നേറ്റം നടത്തുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിലവിൽ BJPക്ക് അക്കൗണ്ടില്ല. അത് വേണമെങ്കിൽ ഒരു പക്ഷേ 1-2 സീറ്റിലേക്കൊക്കെ ഒരു പക്ഷേ കയറിയേക്കാമെന്നതിനേക്കാളപ്പുറത്ത് BJP വലിയൊരു മുന്നേറ്റം നടത്തുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം BJPയുടെ ഡീല് 2 പക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ എന്താ പറയുക, പ്രാദേശികമായ ഇത് സംസ്ഥാന തലത്തിൽ രണ്ട് പാർട്ടികളുടെ മുന്നണികളുടെയും സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ ചേർന്നിട്ട് ഒരു സ്റ്റേറ്റ് വൈസ് നിലപാടുന്നതിനേക്കാളപ്പുറത്ത് പ്രാദേശികമായ നീക്കുപോക്കുകൾ എനിക്ക് തോന്നുന്നു മുമ്പും മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഈ ആളൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി റോസ്ലി ഫ്രാൻസിസ് ഇവിടെയുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇലക്ഷൻ നടക്കുന്നത് രണ്ട് മുന്നണികളും BJPയുടെ NDA മുന്നണിയും തമ്മിലാണ്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് കഴിഞ്ഞ തവണ 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. മറുഭാഗത്ത് 3 തവണ MLA ആവുകയും 2 തവണ തോൽക്കുകയും ചെയ്ത തോമസ് ഉണ്ണിയാടനുണ്ട് UDF സ്ഥാനാർത്ഥിയായിട്ട്. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളമുണ്ട്. ആർക്കാണ് ഒരു സാധ്യത കാണുന്നത്? നമ്മുടെ ആളൂർ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ 3 പേരും മത്സരിക്കുന്നുണ്ടെങ്കിലും കൂടിയും നമുക്ക് ഈ ശക്തമായ ഒരു പ്രതിഷേധം ഇത്തവണ ജനങ്ങൾക്ക് ഇപ്പോഴത്തെ നിയമസഭ ഭരിക്കുന്ന നമ്മുടെ പിണറായി വിജയനോടുണ്ട്. അതൊരു ഭയങ്കരമായ ശക്തമായ ഒരു എതിർപ്പാണ്, ഒരു എതിർപ്പിൻ്റെ ഒരു വികാരമാണ്. അവർ ഈ ഇലക്ഷൻ കാത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഇലക്ഷൻ, ആ വോട്ട് എന്ന ആയുധം ഉപയോഗിക്കാൻ വേണ്ടി കണക്കാക്കി തന്നെ ജനങ്ങൾ അതിന് എതിരായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഈ 3 സ്ഥാനാർത്ഥികളും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നവർ തന്നെയാണ് 3 പേരും. സന്തോഷ് BJPയുടെ ചെറാക്കുളം BJP സ്ഥാനാർത്ഥിയായിട്ടും, അതുപോലെ തന്നെ ബിന്ദു ടീച്ചർ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും, ഉണ്ണിയാടൻ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും നിൽക്കുന്നുണ്ട്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കൂടുതലും മുൻതൂക്കം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ 3 പ്രാവശ്യം MLA ആയി ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ ചെയ്ത വികസനങ്ങൾ അതെല്ലാ ജനമനസ്സുകളിലും നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ചെയ്ത വികസനങ്ങൾ നമ്മൾ ഫീൽഡിലും വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഈ ഉണ്ണിയാടിനെ പറ്റി പറയുമ്പോൾ നല്ല മതിപ്പായിട്ടാണ് സംസാരിക്കുന്നത്. ആർക്കും ഒരു നെഗറ്റീവ് പറയാനൊന്നുമില്ല. അപ്പം എൻ്റെ അഭിപ്രായം എന്തായാലും ഉണ്ണിയാടൻ തന്നെയാണ് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ ജയിക്കും. അദ്ദേഹം ഒരു MLA ആയും ഒരു മന്ത്രിയായും നമ്മുടെ നിയമസഭയിൽ വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ജയകുമാർ ഇതിനോട് യോജിക്കുന്നുണ്ടോ? റെയിൽവേയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ആളാണ്.
ഈ ജയകുമാറും ജോസ് പിയൂസൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചവരാണ്, ഒരേ നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. അപ്പോൾ ജയകുമാറിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഉണ്ണിയാടൻ ജയിക്കുന്നുള്ളതിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആരോടും രാഷ്ട്രീയമൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. രാഷ്ട്രീയത്തിൻ്റെ വേർതിരിവുകൾ വേണമെന്നില്ല. അതിനു മുമ്പ് ഞാൻ എന്തുകൊണ്ട് ഇടതുപക്ഷം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു പറയാം. അതായത് അമിതാഭ് ബച്ചൻ എന്നൊരു സിനിമാ നടനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം കൂലി എന്നൊരു സിനിമ പണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിനൊരു ക്ഷതം പറ്റിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടലിൽ ക്ഷതം വന്നു, അതുപോലെ തന്നെ പേശികൾക്കെല്ലാം ബലക്കുറവുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഡോക്ടേഴ്സ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. പുതിയ ഒരു രോഗം ആണ് കണ്ടെടുത്തത് അന്ന്, മൈസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞൊരു രോഗം. അപ്പോൾ അത് പുതിയതായിട്ട് വന്ന രോഗം. അപ്പോൾ ആ സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പാനൽ ബോർഡിലെ ചെയർമാൻ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ, വാട്ട് യു തിങ്ക് അബൌട്ട് മൈസ്തീനിയ ഗ്രാവിസ്, വാട്ട് ഇറ്റ് മീൻസ്, എന്താണ് നിങ്ങളിത് അർത്ഥമാക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മൈസ്തീനിയ ഗ്രാവിസ് എന്നത് എനിക്ക് ഈ ജോലി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒട്ടും പതറാതെയുള്ള ചോദ്യത്തിനുള്ള മറുപടിയും അതുപോലെ തന്നെ യുക്തിക്കനുസരിച്ചും മറ്റുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡപ്പും എല്ലാം കൂടെ ഇദ്ദേഹത്തെ ഈ കമ്പനി ജോലിക്ക് എടുക്കുകയാണ്. കാരണം ആ സാഹചര്യത്തിൽ പറയാം, അത് ആ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജോലിക്ക് എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ മനസാന്നിധ്യം, ആ പതറാതെയുള്ള അത്രയും ചോദ്യത്തിന് മുന്നിൽ പതറാതെയുള്ള ആ നിൽപ്പ്, അതുകൊണ്ട് അദ്ദേഹത്തെ ജോലിക്കെടുത്തു. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, തലയ്ക്ക് മേലെ വെള്ളം വന്നാൽ അതിക്ക് മേലെ തോണി, അത് ഇറക്കാൻ ആവശ്യമുള്ള ധൈര്യമുള്ള ആൾക്കാരാണ് വേണ്ടത്. അതാണ് നമ്മളുടെ 2016 നമ്മൾ കേരളം അഭിമുഖീകരിച്ച ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. അത് കോവിഡ് ആയാലും അതുപോലെ തന്നെ മറ്റുള്ള പ്രകൃതിക്ഷോഭ ആയാലും ഇതെല്ലാം, അതിനെല്ലാം നേരിട്ടത് ഈ ഇത്രയും മനസാന്നിധ്യവും അതുപോലെ തന്നെ ധൈര്യമുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2021 ജനം അദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുത്തത്. ഒട്ടുമിക്ക സംസ്ഥാനത്ത് ഒരുപാട് പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മുഴുവനാക്കാനായിട്ട് ഇനി അടുത്തുള്ള 5 വർഷം അദ്ദേഹത്തെ ഏൽപ്പിക്കും. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ ബിന്ദു ടീച്ചർ വളരെയധികം ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും 2 വാദം കേട്ട് കഴിഞ്ഞു. ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു തോമസ് ഉണ്ണിയാടൻ ജയിക്കും, ഇവിടെ ജയകുമാർ പറയുന്നു ബിന്ദു ടീച്ചർ ജയിക്കും. എന്തായാലും BJPയെ കുറിച്ചുള്ള അത് കേൾക്കാനെന്തില്ല. സുനിൽ ബിന്ദുവിന് ഒരു പക്ഷേ അങ്ങനെ താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സുനിൽ ബിന്ദു എൻ്റെ അയൽക്കാരൻ കൂടിയാണ്. സുനിൽ ബിന്ദുവിൻ്റെ ഒരു സാധാരണ വംശാവലിയൊക്കെ പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് കൊമ്പടിയാമാക്കലെത്തി കൊമ്പടിയാമാക്കലിൻ്റെ ആത്മാവുമായി ചേർന്ന നായുഡു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ജയകുമാറും സുനിൽ ബിന്ദു. നമുക്ക് വലിയ അഭിമാനമുള്ള ഇതാണ്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നത് ഇവരുടെ നായിഡു മാഷ് എന്നാണ് ഞങ്ങൾ പറയുക. നായിഡു മാഷായിരുന്നു, ഗാന്ധിയനായിട്ടുള്ള നായിഡു മാഷായിരുന്നു, ഇടുക്കി ചേർന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊരു തമിഴ് വേര് കൂടി ഈ കൊമ്പടി ജാമാക്കലിനുണ്ട്. സുനിൽ ബിന്ദു എന്ത് പറയുന്നു? യെസ്, എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഏറെ അഭിമാനം തോന്നുന്നത് നമ്മുടെ ജെയിംസ് PP 24 ചാനലിൽ കാണുമ്പോഴാണ്. എപ്പോഴും കൊമ്പടിയാമാക്കൽ എന്ന ദേശത്തെക്കുറിച്ച് നമ്മുടെ സംസ്ഥാനം മുഴുവൻ അറിയാനിടയായത് ഈ ഒരു കാരണം കൂടി കൊണ്ടാണ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഏറെ ചരിത്രങ്ങൾ പറഞ്ഞു. നമ്മുടെ കൊമ്പടിയാമാക്കൽ മുസ്ലിം പള്ളി വന്നതും അതുപോലെ ഇവിടുത്തെ ലോക്കൽ ചരിത്രവും കൊമ്പടി സ്കൂളുമായി ബന്ധപ്പെട്ട് അതേറെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളുടെ ഈ വിഷയം മാറിപ്പോകുമെന്നുകൊണ്ട് അതിലേക്ക് തുനിഞ്ഞിറങ്ങുന്നില്ല. ഇവിടെ ഇപ്പോൾ ഏറെ ചർച്ച വന്നിരിക്കുന്നത് ഒരു ഭാഗം കോൺഗ്രസിന് അനുകൂലമായിട്ട് തോമസ് ഉണ്ണിയാടൻ ജയിക്കും, മറ്റൊരു ഭാഗം പിണറായി വിജയൻ്റെ കഴിവിൽ നമ്മുടെ ബിന്ദു ടീച്ചർ ജയിക്കും എന്നുള്ളതാണ്. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം BJP വർഗീയ പാർട്ടി എന്ന് പറയുന്നതിന് യാതൊരുവിധ നീതിയുക്തവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒട്ടേറെ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചിട്ടാണ് ഇരു മുന്നണികളും ഈ നാട്ടിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും നേരിട്ടിട്ടുള്ളത്. മുസ്ലിം ലീഗ് എന്ന പേരിൽ വർഗീയതയുള്ള ഒരു പാർട്ടി അവരുടെ ഭരണം
ഇവിടുത്തെ കേരള ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ? ഇവിടെ കോൺഗ്രസിൻ്റെ ഒപ്പം തന്നെ സീറ്റുകളെടുത്ത് ജയിച്ചു വരുന്ന ഈ വർഗീയ വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആ പാർട്ടി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മതേതരത്വ സ്വഭാവത്തോടു കൂടി ഇതിനു മുമ്പ് ഭരിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലും വ്യക്തമല്ല. ഇനിയും ഭരണത്തിൽ വരികയാണെങ്കിൽ അവിടെ കോൺഗ്രസ് എപ്പോഴും കോൺഗ്രസിൻ്റെ ഡീല് മുസ്ലിം ലീഗായിട്ട് മാത്രമാണ്. അവർ എല്ലാ കാര്യങ്ങളും ഏത് കാര്യങ്ങളും ഡ്രൈവിംഗ് സീറ്റിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഇത്തരം വോട്ടുകൾ വേണ്ട എന്ന് കണിശമായി പറയുവാൻ നമ്മുടെ പിണറായി വിജയനോ അതുപോലെ തന്നെ നുണേശൻ എന്ന് പറയുന്ന സതീശനോ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇവർ രണ്ടുപേരും പറയുന്നത് നേമത്ത് ഞങ്ങൾക്ക് വോട്ട് വേണം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ വോട്ട് വേണം. ഈ നമ്മുടെ സതീശൻ പറയുന്നു മഞ്ചേശ്വരത്ത് ഞങ്ങൾക്ക് വോട്ട് വേണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്ക് അതൊരു നീതികേടല്ലേ? വർഗീയതയ്ക്കെതിരെ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ വർഗീയ കക്ഷികളുടെ വോട്ടുകൾ വേണ്ട എന്ന് തീർത്ത് പറയേണ്ടതല്ലേ? ബി ജെ പിയെ കുറിച്ച് പറയുമ്പോൾ ബി ജെ പി വളർന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടിയല്ലേ? ബി ജെ പിയിൽ എത്ര മതസ്ഥർക്കാണ് ഇവിടെ മെമ്പർഷിപ്പ് ഉള്ളത്? എത്ര നേതാക്കളാണ് മന്ത്രിമാരായിട്ടുള്ളത്? നോർത്ത് ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ മാത്രം വോട്ട് വാങ്ങിക്കൊണ്ട് ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയുമോ? യു പിയിലെല്ലാം എത്ര മുസ്ലിം എം പിമാരാണ് ബി ജെ പിക്കുള്ളത്? അപ്പോൾ നമ്മൾ കേരളത്തിലെ വിഷയം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ആലോചിച്ച് പറയുകയാണെങ്കിൽ 2016 ഇരിങ്ങാലക്കുടയിൽ കേവലം 6000 വോട്ടുകളായിരുന്നു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും സ്ഥിതി അതായിരുന്നു. പിന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 21 വന്നപ്പോൾ വോട്ട് 33,000 ജേക്കബിൻ്റെ വോട്ട് 33,000 വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സന്തോഷ് ചെറാകുളം അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുന്നത് നമ്മൾ കാണാൻ പോകുന്ന പൂരമാണ്. തീർച്ചയായും ഓരോ സ്ഥലത്തും വോട്ട് വീതം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പിയെ തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഏത് പാർട്ടിയാണ്? നമ്മുടെ ആളൂർ പഞ്ചായത്തിൽ പോലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും വർഗീയത മുന്നിൽ കണ്ടുകൊണ്ടല്ലേ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സീറ്റുകൾ അനുവദിച്ച് വോട്ടിങ്ങിന് പോയിട്ടുള്ളത്? എല്ലാ കക്ഷികളിലും നേതാക്കൾ അവരവരുടെ വർഗീയത താല്പര്യങ്ങൾ വെച്ചല്ലേ പോകുന്നത്. അങ്ങനെ ബി ജെ പിയുടെ മതേതരത്വ സ്വഭാവം നമ്മൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ കണ്ടു മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കൂടുതലും രാഷ്ട്രീയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊമ്പടി ജാമാക്കലിനെ കുറിച്ചും ഇവിടുത്തെ സുഹൃത്ബന്ധത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു തലത്തിൽ കൂടി, കാരണം എല്ലാ ഇതിലുള്ളവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കൊമ്പടിയെക്കുറിച്ചുള്ള ഇതുകൂടി സംസാരിക്കുക. അപ്പോൾ ബാബു തോമസ്. ആദ്യമേ തന്നെ കൊമ്പടി ജാമാക്കലിൻ്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജെയിംസ് ഏട്ടൻ 24 ചാനലിൽ സംസാരിക്കുമ്പോൾ നേരത്തെ സുനിൽ ബിന്ദു പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ നാടിന് കൊമ്പടി ജാമാക്കലിന് ഒരു അഭിമാനമാണ്. ഞങ്ങളുടെ ഒരു പ്രിയ പുത്രൻ ഈ ചാനലിൽ വന്ന് ഏറെ നാടിന് അഭിമാനമായ രീതിയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ, അതുപോലെ തന്നെ ഈ ആസന്നമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നേരത്തെ എൻ്റെ കൂട്ടുകാരെല്ലാവരും പല തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിണറായി വിജയന് ഭയങ്കര തൻ്റെ ഇടത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് അദ്ദേഹം തുടരണം എന്ന രീതിയിൽ ഇവിടെ നമ്മുടെ സുഹൃത്ത് ജയകുമാർ ചേട്ടൻ പറഞ്ഞു. പക്ഷേ തീർത്തും തെറ്റാണ്. കാരണം അദ്ദേഹത്തിന് തൻ്റെ ഇടയില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ചാനൽ മൈക്കിൻ്റെ മുമ്പിൽ പത്രസമ്മേളനത്തിൽ കൈരളി ചാനലുകാരുടെയും ദേശാഭിമാനിക്കാരുടെയും മാത്രം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട്, അതായത് കഴിഞ്ഞ നാളുകളിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു സംഘടന UDFന് കഴിഞ്ഞ സമയങ്ങളിൽ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഈ നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടന്നത് ജമാഅത്തെ ഇസ്ലാമിയെ UDF ഘടകകക്ഷിയാക്കി കൊണ്ടു നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അന്ന് SDPI ഏറ്റവും തീവ്ര സ്വഭാവം പുലർത്തുന്ന ഏറ്റവും വലിയ, അതായത് നമുക്കറിയാം SFIയുടെ ആ പയ്യനെ പോലും കൊലപ്പെടുത്തിയതിൻ്റെ പുറകിൽ SDPI ആണ്. ആ SDPIയുടെ വോട്ട് വേണോ വേണ്ടേ എന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പോലും ആ വോട്ട് വേണമെന്നാണ് പറയണത്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമി SDPI പോലൊരു സംഘടനയല്ല. SDPI എന്ന് പറഞ്ഞ ഏറ്റവും തീവ്ര സ്വഭാവം പുലർത്തുന്ന, നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടൊക്കെ കൈവെട്ട് കേസിൽ നമുക്കറിയാം ആ സംഘടനയുടെ വോട്ട് പോലും വേണമെന്ന് പറയാനായിട്ട് ഒരു മടി കാണിക്കാത്ത സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ പോലും തൻ്റെ ഇടയില്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തെ രക്ഷിക്കുന്നു പറയുന്നത് ഇത്രമാത്രം ഒരു പരിഹാസമായിട്ടുള്ളൊരു കാര്യമില്ല. അതുപോലത്തെ ഇരിങ്ങാലക്കുടയിൽ നമുക്കറിയാം, ഇരിങ്ങാലക്കുടയിൽ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിൻ്റെ ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ
UDF അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടിന് വ്യക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യം അദ്ദേഹം വളരെ നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെടുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ കാരണം നമുക്കറിയാം. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത്. കാരണം നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ, നമ്മൾ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ കഴിഞ്ഞ നാളുകളൊന്നും കാണാത്ത തരത്തിലുള്ള വലിയ ജനക്കൂട്ടം, അതൊന്നും നമ്മളൊരു സംഘടനാ സംവിധാനം ഉപയോഗിച്ചിട്ട് കൊണ്ടുവരുന്ന ജനക്കൂട്ടം നമുക്കറിയാം. അതല്ലാതെ ജനങ്ങൾ സ്വമേധയെ തന്നെ ഈ ഗവൺമെൻറ്റിനുള്ള എതിർപ്പ് വലിയ വ്യാപകമായ രീതിയിലുള്ള കാണിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസമൊക്കെ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം. അദ്ദേഹത്തിന് ഏറ്റവും ശക്തി കുറഞ്ഞ പടിയൂർ പ്രദേശത്ത് പോലും അത്ഭുതമായ രീതിയിലാണ് ജനങ്ങൾ തടിച്ചു കൂടിയിട്ട് ഈ ജനങ്ങൾ അങ്ങേറ്റം ഈ സർക്കാരിന് വെറുത്തിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ ആളൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. ആളൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ അതിശക്തമായിട്ടുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലാണ് 24 വാർഡുകളിൽ 17 വാർഡുകളിലാണ് കോൺഗ്രസിന് UDF ജയിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ 4 ബ്ലോക്ക് ഡിവിഷനുകളും കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചു, UDF ജയിക്കാൻ സാധിച്ചു. അതുപോലെ ആളൂർ പഞ്ചായത്ത് ഡിവിഷൻ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ട് അത് ആളൂർ പഞ്ചായത്ത് ഡിവിഷൻ UDF പിടിച്ചെടുത്തു. അങ്ങനെ എല്ലാം കൊണ്ടും ആളൂർ പഞ്ചായത്തും അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയും UDF ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിശേഷം എന്ന് പറഞ്ഞപ്പോൾ ഇത് കംപ്ലീറ്റ് രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഒരു കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും, ഏത് ഗ്രാമത്തിലെ പോലെയും തീവ്രമായ രാഷ്ട്രീയം ഉള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടെ എല്ലാവിധ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ CPMൻ്റെ റെഡ് ഫ്ലാഗിൻ്റെ സെക്രട്ടറി ഞങ്ങളുടെയൊക്കെ പ്രിയ സുഹൃത്തായിട്ടുള്ള PC ഉണ്ണിച്ചക്കൻ മുതൽ ഇപ്പോൾ കിട്ടമാഷൊക്കെ നേരത്തെ തീവ്ര രാഷ്ട്രീയം ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ അധികം സാംസ്കാരിക പ്രവർത്തകനാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇനിയുള്ള സംസാരിക്കുന്നവരുടെ എല്ലാവരും അവരുടെ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞു. ഈ രാഷ്ട്രീയം അല്ലാത്ത കുറച്ചൊരു വെടിവട്ടം പോലെ, കാരണം നാട്ടിലിരിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയം മാത്രമല്ല പറയുക, എന്തൊക്കെ കുശുമ്പും മുന്നിട്ടും പരദൂഷണമൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ബൈജു രാഷ്ട്രീയക്കാരനാണെന്ന് അറിയാം, എന്നാൽ അല്പം രാഷ്ട്രീയം കുറച്ചിട്ട് ഇനിയിപ്പോൾ ആരോ ജയിക്കാരോ തോൽക്കാന്നുള്ള വിഷയമല്ല, കാരണം അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞു, തീരുമാനമായി. വിഷയം മാറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ ഇത് കയറൂല. ഓക്കെ, അപ്പോൾ ബൈജു ആദ്യമായി ജെയിംസ് ഏട്ടനോട് നന്ദി പറയുന്നു. കാരണം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്, നമ്മുടെ നാട്ടുകാർക്ക്. പിന്നെ കൊമ്പിടിഞ്ഞാമക്കൽ എന്ന് പറഞ്ഞൊരു മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്. ചന്ദനക്കുടമായാലും ജനുവരി 28-ാം തീയതി അല്ലെങ്കിൽ മകരം 15-ാം തീയതി ആഘോഷിക്കുന്ന ചന്ദനക്കുടമായാലും കൊഴിക്കാട്ടിശ്ശേരി അമ്പുപെരുന്നാളായാലും ഐപ്പങ്കാവായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. അത് തന്നെ ഈ നാടിൻ്റെ അഭിമാനമാണ്. എല്ലാ വീട്ടുകാരും ഞങ്ങൾ അന്ന് ആ ദിവസം കാത്തിരിക്കും, ഐപ്പങ്കാവിലേക്ക് പോകാനും അല്ലെങ്കിൽ കൊഴിക്കാട്ടിശ്ശേരി പള്ളിക്ക് വരുന്നതിന് വേണ്ടി ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും. പിറ്റേ ദിവസം ആകുമ്പോൾ ഭയങ്കര സങ്കടം, ഐപ്പങ്കാവ് കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ കൊമ്പിടി പെരുന്നാൾ കഴിഞ്ഞല്ലോ, ഇനി അടുത്ത വർഷം ആവണ്ടേ, ഇനി 365 ദിവസം ഇന്നത്തെ പോലെയല്ല. പണ്ട് ഒരു ദിവസം പോകാൻ കുറേയധികം സമയമെടുക്കും, ഇപ്പോൾ ഒരു മണിക്കൂർ പോകാൻ നമുക്ക് ഒരു സെക്കൻഡ് പോലെയാണ് ഇപ്പോഴത്തെ കാര്യം. അപ്പോൾ ഒരു മതസൗഹാർദ്ദത്തിന് നാടാണ് കൊമ്പിടിഞ്ഞാമക്കൽ. പിന്നെ കിട്ടമാഷ് പറഞ്ഞ പോലെ BJPനെ കുറിച്ച് പേടിക്കേണ്ട, ഈ തവണ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. ഇത് മതേതരത്വ രാഷ്ട്രമാണ്, രാജ്യമാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഉണ്ണിയാട് സാറെന്ന് പറഞ്ഞാൽ ഉണ്ണിയാട് സാറ് ജനഹൃദയങ്ങളിലുള്ള ആളാണ്. ഞാൻ വർക്കിന് പോയ ആളാണ്. ഞാൻ മത്സരിച്ച് ജയിച്ച വാർഡ് LDFൻ്റെ ഒരു കോട്ട എന്ന് പറയാം. ആ വാർഡിലാണ് ഞാൻ മത്സരിച്ച് ജയിച്ചത്. ആ വാർഡിലാണ് ഞാനിപ്പോൾ സ്ക്വാഡ് വർക്കിന് പോണത്. അവിടെ പോകുന്ന ആൾക്കാർ 10 വർഷം നമ്മുടെ നഷ്ടപ്പെട്ടു എന്നാണ് പറയണത്. വീണ്ടും ഒരു ഉണ്ണിയാട് സാറ് വരണം, എന്നാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നാണ് ജനം പറയണത്. അപ്പോൾ ഈ തവണ വീണ്ടും വമ്പിച്ച ഭൂരിപക്ഷത്തോട് ഉണ്ണിയാട് സാർ ജയിക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഇനി രണ്ടുപേരും കൂടി സംസാരിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊരു കവിയുണ്ട്. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ കേട്ടത് മുഴുവൻ രാഷ്ട്രീയമാണ്. കവിതയിലും രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ വളരെ പ്രമുഖനായിട്ടുള്ള കവിയാണ് അനീഷ്. എൻ്റെ പ്രിയപ്പെട്ട മാഷായിരുന്ന അമീത് ബാബു മാഷിൻ്റെ മകനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് താങ്കൾ രാഷ്ട്രീയമൊക്കെ പറഞ്ഞോളൂ, ഒരു കവിത ചൊല്ലിയാൽ നന്നായിരിക്കും. ഹാറൂൺ റഷീദ്, അനീഷ് ഹാറൂൺ റഷീദ്, അതാണ് റിയൽ പേര്. അനീഷ് ഹാറൂൺ റഷീദ്. നമസ്കാരം. താങ്ക്സ് ജെയിംസ് ചേട്ടാ. ഈ സവിശേഷമായ ഈ കാലത്ത് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കവിത വായിക്കാൻ വരുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനാധിപത്യവും അതുപോലെ തന്നെ മതേതരത്വവും ലിബർട്ടിയും ഫ്രട്ടേണിറ്റിയും ഒക്കെ കൂടുതൽ അതിനെ പ്രാധാന്യത്തോടുകൂടി ജനം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മനസ്സിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട്
ഈ തെരഞ്ഞെടുപ്പിനെ പൊതു സമൂഹം നോക്കിക്കാണുകയും ഈ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ആണ് അഭ്യർത്ഥിക്കാനുള്ളത്. ആർക്ക് വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഞാനത് പറയില്ല. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് തന്നെ പറയാനുള്ളത്. എന്തായാലും ജെയിംസ് ഏട്ടൻ, പ്രിയപ്പെട്ട ജെയിംസ് ഏട്ടൻ, ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ജെയിംസ് ഏട്ടൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാനൊരു കവിത വായിക്കാമെന്ന് കരുതുന്നു. അത് ഞാൻ എടുക്കാൻ എനിക്കൊരു ടൈം വേണം, സമയം കളയണ്ട, ഒരാൾക്ക് കൊടുക്കാം. പിന്നെ ഇവിടെ പറയുമ്പോൾ എൻ്റെ വീട്ടുപേര് സാധാരണ ഇപ്പോൾ ഇന്ന് ലോകമെമ്പാട് ഈ ഐഡൻറ്റിറ്റീനെ കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു കാലമാണ്. നിങ്ങളുടെ റൂട്ട്സ് എവിടെയാണ്? അത് ജാതി മതമൊക്കെ അതിനൊക്കെ അപ്പുറത്ത് വംശാവലിയെക്കുറിച്ച് ഇപ്പോൾ പാലസ്തീൻ യുദ്ധം, ഞാൻ എല്ലാ ദിവസവും പാലസ്തീൻ യുദ്ധവും ഇറാൻ യുദ്ധവും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഫലത്തിൽ ജാതി മതപ്പുറത്ത് ഒരു വംശത്തിൻ്റെയും വംശീയതയുടെയൊക്കെ പ്രശ്നങ്ങൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വംശീയത പറഞ്ഞ് അഹങ്കരിക്കാനും പാടില്ല. എന്നാൽ നമ്മൾ ജനിച്ചു വീണ നാടും ആ നാട്ടിലെ ജനങ്ങളും അവരെയൊക്കെ ബന്ധിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ജനിച്ചു വീണപ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ കൊമ്പടിയാമാക്കിൽ, എൻ്റെ വീട്ടുപേര് പുന്നേലിപ്പറമ്പിൽ നിന്നാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ പലരും പുന്നേലിപ്പറമ്പിൽ പെട്ടവരാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് പീറ്റർ. പീറ്ററിൻ്റെ പ്രത്യേകത, അദ്ദേഹം ലോക റെക്കോർഡുകൾ നിശ്ചയിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഡൽഹിയിൽ ജോലി ചെയ്തിരുന്നത്. ഈ കൊമ്പടിയാമാക്കൽ ഗ്രാമത്തിൽ നിന്ന് പോയിട്ടാണ് ഗിന്നസ് ബുക്ക് ഓഫ് ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വർക്ക് ചെയ്യായിരുന്നു. ഒരുപാട് പേർക്ക് ഈ ഗിന്നസ് ബുക്കിലെ റെക്കോർഡൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാലത്ത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറാൻ അടുത്ത ഓപ്ഷൻ അതാണ്. അതുണ്ടാക്കിയ അതിൻ്റെ നേതൃത്വം നൽകിയ 2-3 മലയാളികൾ കൊമ്പടിയാമാക്കലുകാരാണ്. അതും കൂടി ചരിത്രത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് പീറ്റർ. പീറ്ററിന് ഇതേക്കുറിച്ച് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയം മാറ്റി നിർത്തി കൊമ്പടിയാമാക്കലിനെ കുറിച്ച് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ജെയിംസ് ഏട്ടാ, ഒത്തിരി നന്ദി കേട്ടോ ഇവിടെ ഞങ്ങളെ കാണാൻ വന്നതിൽ. ഞങ്ങളെപ്പോഴും വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന പേരാണ് ജെയിംസ്. എവിടെ പോയാലും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പറയും 24 ജെയിംസ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഇത്ര വലിയ സ്ഥിതിയിലെത്തിയിട്ടും തിരിഞ്ഞു നോക്കിയല്ലോ, കുമ്പളിയിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ളൊരു മനസ്സുണ്ടായല്ലോ. താങ്ക് യു. എനിക്ക് ഈ രാഷ്ട്രീയത്തിനെ കുറിച്ച് തന്നെ ഒന്ന് പറഞ്ഞേക്കാം. എന്താണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിനെക്കുറിച്ചും BJP-യെക്കുറിച്ചും കോൺഗ്രസിനെക്കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ വ്യക്താക്കൾ പറഞ്ഞു. പക്ഷെ കൊമ്പടിയിലെ ഒരു വളർച്ച, കൊമ്പടിയുടെ ഒരു വികസനം, അത് ഇതിനു മുമ്പ് നിന്ന എന്താ പറയുക, ഉണ്ണിയാടൻ സാറാണെങ്കിലും അല്ലെങ്കിൽ ബിന്ദു ടീച്ചറാണെങ്കിലും 3 ടൈം ഓരോ ടൈം നിന്ന് കഴിഞ്ഞവരാണ്, മന്ത്രിയായവരാണ്. അവരെ വിലയിരുത്തേണ്ടത് കൊമ്പടിയിൽ നമുക്ക് എന്ത് ചെയ്തു തന്നു എന്നതിനെക്കുറിച്ച് ആണ് നമുക്ക് വിലയിരുത്തേണ്ടത്. നമ്മൾ കൊടുക്കേണ്ട വോട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. കൊമ്പടിയിൽ എന്ത് വികസനമാണ് നമ്മുടെ ബിന്ദു ടീച്ചർ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഉണ്ണിയാടൻ സാർ എന്താണ് കൊണ്ടുവന്നത്, അതിനെ വിലയിരുത്തിക്കൊണ്ടാവണം അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഓരോരുത്തരും വോട്ട് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ആര് ജയിച്ചു വന്നാലും അവസാന നാളുകളിലേക്ക് വെക്കാതെ അടുത്ത ഭരണം കയറുമ്പോൾ തന്നെ അടുത്ത ഭരണസമിതി ആര് അധികാരത്തിൽ വന്നാലും അവർ കൊമ്പടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കാൻ നമ്മളെ അവരെ പ്രേരിപ്പിക്കണം എന്നുള്ള കൂടി ഈ കൂട്ടത്തിൽ പറയുകയാണ്. അപ്പോൾ ജെയിംസ് ഏട്ടന് ഒരുപാട് നന്ദി. ഈ ജെയിംസ് ഏട്ടനെ കണ്ടിട്ടാണ് ഇവിടെയുള്ള പല ആളുകളും വളർന്നു വന്നത്. അവർക്കൊക്കെ എന്നും ഒരു റോൾ മോഡലായിരുന്നു ജെയിംസ് ഏട്ടൻ എന്ന് കൂടി പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്ന് മാത്രമല്ല, പുന്നേലിപ്പറമ്പിൽ തറവാടിൻ്റെ ഒരു അഭിമാനം കൂടിയാണ് ഞങ്ങളുടെ ജെയിംസ് ഏട്ടൻ. താങ്ക് യു. ഇപ്പോൾ ഈ പരിപാടി കണ്ടു കഴിഞ്ഞാൽ കൊമ്പടിയാമാക്കല്ലേ ആൾക്കാരെ വിളിച്ച് എന്നെക്കുറിച്ച് നമ്മളെക്കുറിച്ച് പ്രശംസിക്കാൻ പറഞ്ഞ് അവിടെ ഓഫീസിൽ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് പ്രേക്ഷകർ ചോദിക്കും, അത് കൊള്ളാം, സ്വന്തം നാട്ടിൽ വന്ന് സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു കൂട്ടി. അല്ല, അതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി. ഈ ചാനലിൽ വന്നിട്ട് ഈ ചിലപ്പോൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ട് എനിക്കെതിരൊന്നും പറയാതിരിക്കോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാനൊരു 10-30-35 വർഷം മുമ്പേ കൊമ്പടി വിട്ട് പോയി. അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, എൻ്റെ കുരുത്തക്കേട് മനസ്സിലാക്കാൻ പറ്റിയില്ല.
അവസാനിപ്പിച്ചാൽ ഞങ്ങളെല്ലാം ജെയിംസിനെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയും. ഇത് കൂടുതൽ നീണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉച്ചയ്ക്ക് സംഘടിപ്പിച്ചത്. ഈവനിങ്ങിൽ സംഘടിപ്പിച്ച ഒരുപക്ഷെ ഈ കോട്ടയത്തുകാരെ കുറിച്ചൊരു ഇതുണ്ട്. കോട്ടയം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വലിയ ആൾക്കാർ നമുക്കെതിരെ തിരിയും. ചില പ്രദേശങ്ങളെ കുറിച്ചൊരു ഇതുണ്ട്. അവിടെ ഗാന്ധി പ്രതിമയും മറ്റു ചില പ്രതിമകളും മാത്രമാണ് രാത്രിയായി കഴിഞ്ഞാൽ ബോധം ഉണ്ടാവുള്ളൂ, ബാക്കി ആർക്കും ബോധം ഉണ്ടാവില്ല എന്ന് പറയാറ്. പക്ഷേ കൊമ്പടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കൊമ്പടിക്കാരും മാന്യന്മാരാണ്, ഒരു തരത്തിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല. അത് ഞാൻ സാക്ഷ്യപ്പെടുത്താം. ഏത് ഇനി അപ്പോൾ നമുക്ക് കൊമ്പടി ജാമാക്കലിൻ്റെ കവി അനീഷ് ഹറൂൺ റാഷിദ് അദ്ദേഹം ഒരു കവിത ചൊല്ലും. അനീഷ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയ കവിത തന്നെ വായിക്കാമെന്ന് വരുന്നു. അങ്ങനെ മരിക്കുന്നത് വരെയും ജീവിക്കാമെന്ന് കരുതുന്നേയില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ മാത്രം വർത്തമാനകാല ബോധം ഇല്ലാതില്ലേ? ഖബറടക്കണമെന്നോ കത്തിക്കണമെന്നോ കടലിൽ ഒഴിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ശവത്തിന് എങ്ങനെയായാലെന്താ? ഗോപി ഫാമിലാവാം ചിലപ്പോൾ അന്ത്യവിശ്രമം. അപ്പോൾ കോളിഫ്ലവർ വേരുകളിലൂടെ നാടുമായി ഒരു അന്തർധാരയും ആവാലോ. എക്സിൽ പതിച്ച ബഗൽപൂരിലെ പഴയ ഗോപി ഫാം കൃഷി ചിലത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ എങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനാവും? വെടിയേറ്റ് വീഴുകയോ വെട്ടേറ്റ് വീഴുകയോ ചെയ്യുമ്പോൾ കമഴ്ന്നാവണേ എന്ന് മാത്രമാണിപ്പോൾ ആശിക്കുന്നത്. പോണ പോക്കിൽ ഈ മണ്ണിനെ ഒന്ന് ചുംബിച്ചിട്ട് പോവാലോ. താങ്ക് യു. എന്തായാലും നമ്മൾ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചയിലൂടെയാണ് കൂടുതൽ ചൂടാക്കാൻ വേണ്ടി നിൽക്കില്ല. ഒന്നാമത് പ്രകൃതി തന്നെ ചൂടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആളും ക്യാമറമാനും വെയിലത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഇവിടെ സ്ഥലം ഒരുക്കി തന്നതും ഇതിൻ്റെ പിറകിൽ നിൽക്കുന്നതും എൻ്റെ അനിയൻ്റെ കടയാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്വാതന്ത്ര്യം എടുത്ത് ഞാനിത് ചെയ്യുന്നത്. അവൻ പറഞ്ഞു ഇവിടെ വെയിൽ കയറി വരുമെന്നൊക്കെ പറഞ്ഞാണ്. അവൻ്റെ പേര് ജസ്റ്റിനാണ്. പുള്ളി ബുക്ക് ഷോപ്പ് നടത്തുന്നു. കുവൈറ്റിലായിരുന്നു 10 വർഷം. അവിടുന്ന് പോകുന്നത് നന്നായി. ഇപ്പോൾ കുവൈറ്റിൽ ബോംബുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മറ്റൊരു അനിയൻ കുവൈറ്റിലുണ്ട്. വേറൊരു അനിയൻ സ്പൈസസിൻ്റെ ബിസിനസ് നടത്തുന്നുണ്ട്. വ്യാപാരി വ്യവസായിയുടെ സെക്രട്ടറിയാണ് ജോഷി. മറ്റനിയൻ ജോയി കുവൈറ്റിലാണ്. കുവൈറ്റിലുണ്ടായിരുന്ന ജസ്റ്റിനാണ് ഇവിടെ വന്നത്. ഞങ്ങൾ 4 സഹോദരങ്ങളാണ്, 2 സഹോദരിമാരും. പിതാവ് സൈന്യത്തിലായിരുന്നു, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. 3.5 വർഷം മുമ്പ് കടന്നുപോയി. 7 യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളാണ്. PG പത്രോസ് എന്നാണ് പേര്. എൻ്റെ അമ്മയുടെ പേര് മർത്ത എന്നാണ്. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞത് ഒരുപക്ഷെ വളരെ നൊസ്റ്റാൾജിക്കായിട്ടുള്ളൊരു ഇതാണ്. ഗൃഹാതുരത്വം പേറുന്ന ഓർമ്മകളാണ്. കാരണം ഇവിടെ ചെറിയ ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൈക്കിളായിരുന്നു. ആദ്യമായിട്ടൊരു BSA സൈക്കിള് പട്ടാളത്തിലായിരുന്ന എൻ്റെ പിതാവ് വാങ്ങി തന്നു. ഒരു ക്യാപ്പ് വെച്ച് അത് ചവിട്ടി ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. തൃശ്ശൂർ ജില്ലയിൽ ഞാൻ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ട്. എത്ര കിലോമീറ്ററാണ് ഒരു ദിവസം? 30-35 കിലോമീറ്ററൊക്കെ ഇന്ന് സൈക്കിൾ ചവിട്ടുന്നത് ഞാൻ നോക്കാറുണ്ട്. പക്ഷേ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഒന്നും സൈക്കിൾ ചവിട്ടുന്നവരെ വളരെ ചുരുക്കി കാണാറുള്ളൂ. എൻ്റെ ആരോഗ്യത്തിൻ്റെ ലക്ഷണം അത് തന്നെയായിരുന്നു ഇവിടെയുള്ള പലരുടെയും. ഇപ്പോൾ സൈക്കിൾ ചവിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കവിടെ കിട്ടം മാഷ് നേരത്തെ സൈക്കിൾ ചവിട്ടിയിരുന്നു തോന്നുന്നു. ഇല്ല, ഇപ്പോൾ സ്കൂട്ടർ. നേരത്തെ എല്ലാവരും സൈക്കിൾ. അപ്പോൾ കൊമ്പടിയുടെ ഒരു വലിയ അതായിരുന്നു. കാളവണ്ടി ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഞാൻ കാളവണ്ടി ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കാളവണ്ടി ഒന്നും കാണാനില്ല. അപ്പോൾ എന്തായാലും കൊമ്പടി ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ അത്യാവശ്യം നല്ല ബിസിനസ്സുണ്ട്. ഒരുപക്ഷെ ഞാൻ പറയാതിരുന്നതാണ്, കേരളത്തിൻ്റെ കോഴി വളർത്തലിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കൊമ്പടി ജാമാക്കലാണ്. കൊമ്പടി ജാമാക്കലിൽ നിന്നാണ് കേരളം മുഴുവൻ കോഴി വളർത്തൽ എന്ന കർഷകൻ്റെ കോഴി വളർത്തുന്നുള്ള സംസ്കാരം ഉണ്ടായത്. ഞങ്ങളുടെ തന്നെ ബന്ധുക്കളായിട്ടുള്ള തോംസൺ അവരാണ് ആദ്യമായിട്ട് കോഴിയുടെ ഒരു ഇത് വ്യാപകമായി ഇത് ചെയ്ത്. ഇപ്പോൾ 10-11 ജില്ലകളിൽ അത് വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഈ കൊമ്പടി ജാമാക്കലിൻ്റെ ഒരു സവിശേഷത കൂടി അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ആല്, ഞാൻ പറഞ്ഞല്ലോ കൊമ്പടിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിരവധി ആലുകളുണ്ട്. അതിലൊരു ആലിൻ്റെ ചുവട്ടിൽ പോയി അതിൻ്റെ ദൃശ്യം കൂടി ഞങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് ഏതാണ്ട് 100 മീറ്റർ മാറിയാണ് കൊമ്പടി ജാമാക്കൽ ജംഗ്ഷൻ. അതിൻ്റെ ദൃശ്യങ്ങളും കാണിച്ചു തരാം. എന്തായാലും ഇതിൽ പങ്കെടുക്കാനെത്തിയ ആരുടെയും പേരുകൾ എടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും 24ൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. എൻ്റെ സ്വന്തം കൊമ്പടി ജാമാക്കലിൽ നിന്ന് PP ജെയിംസ്, ക്യാമറാമാൻ വരുൺ മുംബൈയോടൊപ്പം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.